ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എനർജി എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ട്, എന്തെല്ലാം എനർജീസ് നമ്മൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് 3 ഓഫ് സോഡാണ്. 3 ഓഫ് സോഡ് എന്ന് പറയുന്നതേ നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കുന്നതാണ്. നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലം കൊണ്ട് നമ്മൾ തന്നെ പെയിൻ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് 3 ഓഫ് സോഡ്. ഒന്നുകിൽ നമ്മൾ ചെയ്തൊരു പ്രവൃത്തിയായിരിക്കാം, നമ്മൾ പറഞ്ഞ ഒരു വാക്കായിരിക്കാം, അത് പിന്നീട് നമുക്ക് അയ്യോ പറയണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്ന എനർജി ഉണ്ടല്ലോ. അതായത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ള കർമ്മം നമ്മൾ അനുഭവിക്കാം. രണ്ട് രീതിയിലാണ് നമ്മൾ വേദന അനുഭവിക്കാൻ സാധ്യത. ഒന്നുകിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കാം, രണ്ട് നമ്മളെ പിന്നിൽ നിന്ന് മറ്റാളുകൾ കുത്തുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയ ഒരു അബദ്ധമായിട്ടാണ് കാണുന്നത്. 3 ഓഫ് സോഡ് ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് മോസ്റ്റ്ലി പണവുമായി ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാത്തിരുന്നിട്ട് അയാളുമായിട്ട് മേ ബി ഇത് ഒരു ബന്ധത്തിലുള്ള റിലേഷൻഷിപ്പിലെ ഒരു ഇഷ്യൂ ആയിരിക്കാം. കാത്തിരുന്നിട്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു അപ്രോച്ച് ഈ ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ടെൻഷനായിരിക്കാം. കാത്തിരിക്കുക മീൻസ് നമ്മളെ എല്ലാ രീതിയിലും കാത്തിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ അതിനിപ്പോൾ എന്താ പറഞ്ഞ് മനസ്സിലാക്കുക, അത് ശരിക്കും നമ്മൾ ഒരു പോസിറ്റീവ് മറുപടി കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടൊരു അപ്രോച്ച് നമ്മുടെ അടുത്ത് ഉണ്ടാകുന്നത് വരെ നമ്മളെ വെയിറ്റ് ചെയ്യുന്ന ഒരാൾ. ഇപ്പം നമ്മൾ ഒരിടത്ത് പോയാൽ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുക. ഞാൻ വന്നിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സമയം വരെ കാത്തിരിക്കുന്ന ആൾ. ചിലർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളെ കാത്തിരുന്നിട്ട് അവർ വന്നതിന് ശേഷം ഒരുമിച്ച് കഴിക്കുന്ന ആൾക്കാർ. കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഞാൻ വന്നിട്ടേ പോകാവുള്ളൂ എന്ന് പറയുമ്പോൾ കാത്തിരുന്ന് അവർ വന്നിട്ട് മാത്രം ലേറ്റ് ആയാലും അവരെ കാത്തിരുന്നിട്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ അത്തരത്തിൽ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് കളഞ്ഞൊരു എനർജിയാണ്. അപ്പോൾ മേ ബി അതായിരിക്കാം ഈ ഒരു 9 ഓഫ് പെൻറ്റക്കിൾ കാത്തിരിപ്പിൻ്റെ വെയിറ്റിംഗ് എനർജിയാണ്. പ്ലസ് 9 ഓഫ് സോഡ് മാനസിക സമ്മർദ്ദത്തിൻ്റെ എനർജിയാണ്. ഇത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. നിങ്ങൾക്ക് പണം തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് വെയിറ്റ് ചെയ്യണം ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും പറ്റിച്ചിട്ട് പോകുന്നതായിരിക്കാം. അത്തരത്തിലുള്ളൊരു എനർജി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് പാസ്റ്റിൽ സംഭവിച്ചു പോയതാണ്. പാസ്റ്റിലത്തെ നിങ്ങളൊരാളെ കാത്തിരുന്നിട്ട് അയാളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുന്നതാണ്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരാളെ കാത്തിരിക്കുകയും അയാൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ അയാൾ വരാമെന്ന് വാക്ക് പറഞ്ഞത് പാലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദമായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. മേ ബി അതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അവർ വന്നാലേ നമ്മൾ സന്തോഷമാവത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം അവർക്ക് വെളി കൊടുക്കേണ്ടി വരുന്നത്. ഇത് ഭയങ്കര അഡിക്റ്റീവായിട്ടുള്ളൊരു നേച്ചർ വരുന്നത് കൊണ്ടാണ് ആ പ്രശ്നം. അപ്പോൾ അങ്ങനെയൊന്നും പോവണ്ടെന്നുള്ളതാണേ. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. ഇനി അവർ വരുവാണെങ്കിൽ ബോണസ് ആണെന്ന് വിചാരിക്കുക, അങ്ങനെ വിചാരിച്ചാൽ മതി. കണ്ടോ, ഇത് പാസ്റ്റിലത്തെ കാര്യമാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ആളാണ്. ഇത് പാസ്റ്റിൻ്റെ കാർഡാണ്. പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള ആളാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന ആളാണ്. മേ ബി അയാളെ വരുമെന്ന് പറയുവോ അല്ലെങ്കിൽ അയാളെ കാത്തിരിക്കുകയോ ചെയ്തിട്ട് വരാത്തൊരു എനർജിയാണിത്. അപ്പം പാസ്റ്റിലത്തെ ഒരു കാര്യം, അതായത് ഇന്നത്തെ പ്രശ്നമല്ല, പഴയ ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ വേദനിക്കുന്ന ഒരു എനർജിയാണ് ഈ 3 ഓഫ് സോഡ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇത് ചിലപ്പോൾ നിങ്ങൾ എന്തൊരു പുതിയ കാര്യം പഠിക്കാനായിട്ട് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു തീരുമാനം എടുത്ത് വളരെ ക്രൂഷ്യലായിട്ട് തീരുമാനം എടുത്താലേ പറ്റൂ എന്നൊരു എനർജി നിങ്ങൾക്ക് ഇന്ന് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഴയ ഓർമ്മകളിൽ ഇരിക്കുന്നത് കൊണ്ട്, ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സാഹചര്യങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ വീണ്ടും പെയിൻ അനുഭവിക്കുന്നതാണ്. ഞാനൊരു തീരുമാനം എടുത്താൽ തെറ്റിപ്പോകുമെന്ന് പേടിക്കുന്ന ഒരു എനർജിയാണിത്. ഓക്കെ, അപ്പോൾ പാസ്റ്റിലത്തെ ഈ ഒരു വേദനയെ നിങ്ങൾ ഇന്ന് വീണ്ടും ഓർക്കുന്നതാവാൻ സാധ്യതയുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച ട്രോമയെ നിങ്ങൾ ഇന്നും ഓർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഓർക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ആൾ ചീറ്റ് ചെയ്യാനൊരു കാരണം ഉണ്ടാവും. അത് നമ്മൾ തിന്നു കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഒരാൾക്ക് നമ്മളെ ചീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഒരാളെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദുർബലത അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് എവിടെയാണെന്ന് നമ്മൾ അവരോട് കൃത്യമായി പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അവർക്ക് നമ്മളെ ആ വീക്ക് പോയിന്റിൽ പറ്റിക്കാൻ പറ്റിയത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പറ്റിയൊരു അബദ്ധമാണ് ഈ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇനിമേലൊരു മനുഷ്യനിലേക്ക് നമ്മൾ
കടന്നു പോകാതിരിക്കുക. അത്ര അറ്റാച്ച്മെൻ്റ് ഒന്നും ആരോടും കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണിത് കേട്ടോ. പിന്നെ ഹാങ്കഡ്മാനാണ്, ഇത് തന്നെയാണ് കേട്ടോ. ഇൻഡിസിഷൻ്റെ ആയിട്ടിരിക്കുക, തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുക. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് സ്ട്രഗ്ലിംഗ് ആവുന്ന ഒരു എനർജിയാണ്. അതായത് ഒരു തീരുമാനത്തിലേക്ക് വരാൻ പറ്റാത്ത വിധം നമ്മൾ കോൺഫ്ലിക്റ്റഡ് ആവുന്ന ഒരു എനർജിയാണ്, മാനസികമായിട്ട് സമ്മർദ്ദപ്പെടുന്ന ഒരു എനർജിയാണ്. പിന്നെ തലകറക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നമുക്കൊരു വ്യക്തമായ തീരുമാനത്തിലേക്ക് വരാൻ പറ്റാത്ത വിധം മാനസികമായിട്ട് സമ്മർദ്ദപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. ചിലപ്പോൾ രാത്രിയിൽ പല കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല. അപ്പോൾ അതിൻ്റെ ആലോചന കുറേ ചിലപ്പോൾ രാത്രിയിൽ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാതെ അങ്ങനെ നമുക്കൊരു എന്താ സ്വിങ് എനർജി എന്ന് പറയത്തില്ലേ, അതായത് മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത് വേണോ ഇത് വേണോ അല്ലെങ്കിൽ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നുള്ളൊരു ഒരു തീർച്ചയില്ലായ്മയാണത്, ഒരു തീരുമാനമില്ലായ്മ. അതാണ് ഹാങ്ക്ഡ് കേട്ടോ. കുറച്ചൊരു മെൻ്റൽ പ്രഷർ അനുഭവിക്കേണ്ടി വരുമായിരിക്കും. ക്യൂൻ ഓഫ് കപ്സ്, നമ്മൾ വീണ്ടും മറ്റുള്ള ആളുകളെ, ചില ആളുകളോട് വല്ലാത്ത അഭിനിവേശം തോന്നുന്നതും അവരെ മിസ് ചെയ്യുന്നതും അവരെ കാത്തിരിക്കുന്നതും പിന്നെ ഹീൽ ചെയ്യപ്പെടുന്നതൊക്കെയാണ്. അതായത് നമ്മളിൽ ഹീലിംഗ് ആവശ്യമുണ്ട്. നമ്മൾ ശരിക്കും ഈ മറ്റൊരാൾ അഡിക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫുൾ എനർജി അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ അതിനനുസരിച്ചുള്ള എനർജി എക്സ്ചേഞ്ച് കിട്ടാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സമ്മർദ്ദത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ആ സമ്മർദ്ദത്തിനെ സൂത്തൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പം അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതായത് പഴയ ഓർമ്മകളെ താലോലിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന പോലെയൊക്കെയാണ് കാണുന്നത്. അതുപോലെ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു എനർജി കേട്ടോ. അമ്മ ചിലപ്പോൾ അമ്മയെ കാണുന്നതോ അമ്മയോട് സംസാരിക്കുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മരണം കേൾക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഹീല് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ വേദന, പണ്ട് നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ പണ്ട് നിങ്ങൾക്ക് എന്താണോ മുറിവേറ്റത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ രക്ഷപ്പെട്ടിട്ടൊന്നും ഇല്ല. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വേദന, ആ പെയിൻ, ആ മുറിവ് ഉണങ്ങാതെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. നൈറ്റ് ഓഫ് വാൺസ് വളരെ പാഷനേറ്റ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യും എന്നുള്ളതാണ്. വളരെ ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കും, വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനമാകും, വേഗത്തിൽ ജോലികളൊക്കെ ചെയ്തു തീർക്കും, വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതൊരു വളരെ ഫിസിക്കലായിട്ടുള്ള വല്ലാത്തൊരു ഫിസിക്കൽ ഇൻറ്റിമസിയോട് ഭയങ്കര താല്പര്യം തോന്നുന്നൊരു എനർജി കൂടിയാണ് നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. വളരെ അഭിനിവേശമാണ്, ആവേശം എന്നതിനേക്കാൾ അഭിനിവേശത്തോടുകൂടി, ഫയർ എനർജിയാണ്. അപ്പോൾ വളരെ അഭിനിവേശത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു എനർജിയാണിത്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, അമിത വേഗതയിൽ വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് കേട്ടോ. അതൊക്കെയാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു എനർജിയാണ്. 3 ഓഫ് കപ്സ് ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ കാർഡാണ്. മേ ബി നിങ്ങൾ നിങ്ങളുടെ പഴയ കൂട്ടുകാരെ കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ ഒരു ടുഗദർനെസ്, അല്ലെങ്കിൽ ഒരു കൂടിച്ചേരലോ അങ്ങനെയുള്ളൊരു ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദറിലോ എന്തെങ്കിലും പങ്കെടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിരിക്കാം. പുതിയ കൂട്ടുകാരായിരിക്കാം. ചിലപ്പോൾ 2 പേരുള്ളവരിടത്തേക്ക് മൂന്നാമതൊരാൾ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ പേര് പറഞ്ഞ് 2 പേർക്കിടയിൽ വഴക്കുണ്ടാവുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. മൂന്നാമതൊരാള നിങ്ങൾ 2 പേര് ഭയങ്കര തിക്കായിരിക്കുന്ന ആളുകളുടെ മൂന്നാമതൊരാളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതാകാൻ സാധ്യതയുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡാണ് 3 ഓഫ് കപ്സ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിപ്പം റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം. വളരെ തിക്കായിട്ടുള്ള 2 ആളുകൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വരുന്നതാണ്. ദെൻ വീണ്ടും 9 ഓഫ് പെൻറ്റക്കിൾസ്, സമൃദ്ധിയുടെ കാർഡാണ് വരുന്നത്. പണം, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ജോലി ചെയ്താലും തീർച്ചയായിട്ടും അതിന് നമ്മുടെ റിവാർഡ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ടോ, എന്ത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ്. ഇന്ന് ധാരാളമായി പണം വന്നു ചേരും എന്ന് തന്നെയാണ് കാണുന്നത്. ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. മേ ബി നിങ്ങൾ ജോലി ചെയ്തിട്ട് അതിൻ്റെ കൂലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഫേർട്ട് ഇട്ടിട്ട് അതിൻ്റെ റിവാർഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അത് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ്. ധാരാളം പണം വന്നു ചേരും എന്നുള്ളതാണ് ഈ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കേട്ടോ. ഇത് വേറൊരു കാര്യം, ആരെയോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ്. ഒരാളെ മാക്സിമം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വിട്ട ഒരാളൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആ ആളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, അവരെ മിസ് ചെയ്യുന്നു, അവരെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ഈ 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. വെയിറ്റിംഗ് എനർജി തന്നെയാണ്. കിങ് ഓഫ് സോഡ്സ് വഴക്കുണ്ടാക്കുന്ന എനർജിയാണ്. അത് കുറച്ചൊരു
വഴക്കാളി സ്വഭാവമുള്ളൊരു എനർജിയാണ്. അതുപോലെ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ്. നമ്മൾ കുറച്ച് കാര്യക്ഷമമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനത്തിലേക്ക് പോകാൻ പാടുള്ളൂ. വിവേകപൂർണ്ണമായ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. ഹെഡ് ഓവർ ഹാർട്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത് തന്നെ. അപ്പം നമ്മൾ വികാരങ്ങൾക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇമോഷൻസ് ആൻഡ് ഫീലിങ്സിനല്ല ഇന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. വളരെ പക്വമായ തീരുമാനങ്ങൾ എടുക്കുക. മച്യൂരിറ്റി ഉള്ളൊരു തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്. വളരെ ക്ലവറായിട്ട് തീരുമാനിക്കുക. അത് ശരിക്കും അപ്പുറം ഇപ്പുറം രണ്ട് വശവും കേൾക്കണം. രണ്ട് വശവും കേട്ടിട്ട് വ്യക്തമായ ഇമ്പാർഷ്യൽ ആയിട്ടുള്ളൊരു തീരുമാനമാണ് ഇന്നേ ദിവസം എടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് അങ്ങനെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വഴക്കുണ്ടാക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈഗോ ക്ലാഷുകൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. വഴക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കുറച്ച് വഴക്കാളി ടൈപ്പാണ് ഇന്നത്തെ ദിവസം. ഇതുണ്ട്, ഇതൊക്കെ ആദ്യമേ വന്ന കാർഡ്സ് തന്നെയാണ്. ഇത് രാത്രിയിൽ നമ്മൾ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ട് ഉറങ്ങാതിരുന്നതോ, നമുക്ക് എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് ഉറങ്ങാതിരുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിനെ മുൻപുള്ള നമ്മുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ടായിരിക്കാം, നമുക്ക് മുൻപ് അനുഭവിച്ചിട്ടുള്ള നമ്മുടെ ട്രോമാസ് കൊണ്ടായിരിക്കാം, അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഉറങ്ങാതിരിക്കുന്ന ഒരു എനർജിയാണ് ഈ 9 ഓഫ് സോഡ് എന്ന് പറയുന്നത്. ഉറക്കമില്ലായ്മയാണ്, രാത്രിയിൽ ഉറങ്ങാതിരിക്കുക. അപ്പോൾ രാവിലെയും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് കുറച്ച് മെൻ്റൽ പ്രഷർ തോന്നുന്നൊരു എനർജിയാണ് 9 ഓഫ് സോഡ് എന്ന് പറയുന്നത്. സ്റ്റാർ കാർഡ് പറയുന്നത് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. അങ്ങനെ എനിക്കിനി ഒന്നിനും പറ്റൂല, അല്ലെങ്കിൽ ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കാം. വേണമെങ്കിൽ അതിനെ ഇത്രയല്ലേ പറ്റുള്ളൂ, എനിക്ക് ഇനിയും പറ്റും, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പം നമ്മൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നതും വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നതുമായ എനർജിയാണ് ഈ സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് ഇതാണ്: വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. മുൻപുണ്ടായിട്ടുള്ള നിങ്ങളുടെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള കുറേ അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളിന്ന് ഓർക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ വിട്ടിട്ട് പോയ മനുഷ്യരെക്കുറിച്ച് നിങ്ങളിന്ന് ഓർക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്കിന്ന് അനുഭവിക്കാൻ കിട്ടും. ഇന്ന് ധാരാളം പണം നിങ്ങളിലേക്ക് വന്നു ചേരും. ചില പഴയ പാസ്റ്റിൽ നിങ്ങളെ കളഞ്ഞിട്ട് പോയ ആളുകളെ നിങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ സമയം ചിന്തിക്കുന്നുണ്ടായിരിക്കും. പിന്നെ അവരോട് വല്ലാത്തൊരു താല്പര്യം, അഭിനിവേശമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. റീയൂണിയൻ്റെ കാർഡാണ് ബോട്ടം നിൽക്കുന്നത്. 6 ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഒരു റീയൂണിയൻ്റെ കാർഡാണ്. ഇത് മോസ്റ്റ്ലി മുൻപുണ്ടായിരുന്നത്, പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളായിരിക്കാം, മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആളുകളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, അയൽപക്കക്കാരായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരുന്നതോ, അവരെ കാണുന്നതോ, അവരെക്കുറിച്ച് കേൾക്കുന്നതോ, അവരോട് സംസാരിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതോ ഡിസ്കസ് ചെയ്യുന്നതോ ആയിരിക്കാം. കൂടാതെ ഇത് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള മുൻപത്തെ ആളുകൾ, മുൻപ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ട് റീയൂണിയൻ ഉണ്ടാവുന്നതാകാനും സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ, നിങ്ങളുടെ സിബ്ലിങ്സിൽ നിന്ന് നിങ്ങൾക്കൊരു സർപ്രൈസോ ഗിഫ്റ്റോ കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊരു സർപ്രൈസ് കിട്ടാനോ, നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സഹായം കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ വീടുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ, ചിലപ്പോൾ വീട് വാങ്ങിക്കാമെന്ന് തീരുമാനിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വീട് വിൽക്കാമെന്ന് തീരുമാനിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യ സ്വത്തുക്കൾ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുന്നതോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംസാരം ഉണ്ടാകുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ വീട് വിൽക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും പുതിയ വീട് പോയി കാണുന്നതോ അങ്ങനെയൊക്കെയുള്ളൊരു എനർജി ആവാം. ചിലപ്പം വീട് വാങ്ങിക്കാൻ എഗ്രിമെൻ്റ് എഴുതുന്നതായിരിക്കും, വീടിൻ്റെ താക്കോല് മേടിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള എന്തോ ഒരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്നേ ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. കാർഡിൽ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എനർജി. അപ്പോൾ ഈ എനർജി നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്.